സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കി എടുത്താലോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇളം ചൂട് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ട് ഞാൻ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊരു 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ മതിയാവും. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് ഡബിൾ വോളിയത്തിൽ പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. വിശന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് മൊമോസ്. അപ്പോൾ ഈ ഒരു മൊമോസ് റെഡിയാക്കി എടുക്കാനായിട്ട് 1 കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ എടുക്കാം. അതിലേക്ക് ഉപ്പും കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ഇതുപോലെ വേവിച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കുറച്ച് ചീസും കൂടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് മാത്രം വെച്ച് മൊമോസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു മൊമോസ് മേക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു മൊമോസിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലത്തെ ഡംപ്ലിങ്ങിൻ്റെ ഒരു പ്രസ്സും കൂടെ ഉണ്ടായിരുന്നു. അതും ഞാൻ 2 മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ അതും പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കൈകൊണ്ടും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഇഡലി തട്ടിലേക്ക് വെച്ച് ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊമോസ് ഇവിടെ റെഡി. മധുരം എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു മധുര പലഹാരം ഉണ്ടാക്കി എടുത്താലോ. അങ്ങനെ ഞാൻ ഗുലാബ് ജാമുൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ജിലേബി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുലാബ് ജാമുൻ ചെയ്യാനായിട്ട് ഇതുപോലെ ബ്രെഡ് മിക്സിയിൽ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. കുറച്ച് ലൂസായി പോയാലും 1 സ്പൂൺ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതുപോലെ ബോൾ പോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഉഴുന്നരച്ച ദോശമാവിലേക്ക് ഒരു നുള്ളി യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ജിലേബി ഉണ്ടാക്കുമ്പോൾ ഞാൻ പണ്ട് കാണാറുള്ള ഒരു സീരിയലാണ് കേട്ടോ ഞാൻ ഓർക്കാറ്, ഇസ് പ്യാർ കോ ക്യാ നാം ദോ. അതിലെ ഖുഷി എപ്പോഴും ജിലേബി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി സീരിയലായിരുന്നു കേട്ടോ അത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ 1 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഏലക്കയും ഒരു നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് കുറുക്കിയിട്ട് ജിലേബി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ഗുലാബ് ജാമുനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്